ഇന്ന് ഇഫ്താറിനും അതുപോലെ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു സമൂസേൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ചിക്കൻ ടിക്ക സമൂസ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കിലോ ചിക്കൻ ഇതുപോലെ ബോൺലെസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് കസൂരി മേത്തി, 3 ടേബിൾ സ്പൂണ് കട്ടിത്തൈരും അതുപോലെ 1 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ അത് അരമണിക്കൂറിന് ശേഷം നമുക്കൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ഈ ഒരു ചിക്കൻ പീസുകളൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. അധികം മുരിഞ്ഞു പോകാണ്ട് നമുക്കിതൊക്കെ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ചിക്കനെല്ലാം ഇവിടെ കറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് വേറൊരു പാന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഓയിലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്കൊരു 4 സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ളത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ഈ ഒരു സവാളയ്ക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യണതിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് വാട്ടിയെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളായിട്ട് 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇത് നന്നായി മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കന് ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് വീണ്ടും മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സമൂസ ഷീറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഓരോ സമൂസയും ഫില്ല് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മൈദ പേസ്റ്റ് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നല്ല ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സമൂസയും നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ സമൂസ കറക്റ്റായിട്ട് തന്നെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു സമൂസയുടെ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനേ. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്